പശുവിനെ കുറിച്ച് നിങ്ങൾക്ക് പശു വേണം, നമ്മളെന്തെങ്കിലും പറഞ്ഞ ഉടനെ പശുവിനെ എതിർക്കാം. അതെ, പക്ഷെ അതാണ് പ്രശ്നം. അതൊരു പ്രധാന ചോദ്യം കേട്ടോ. അല്ല ഞാൻ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ പഞ്ച് ഡയലോഗ് ഗോപാലകൃഷ്ണൻ അല്ല അനിലക്കരയുടെ പഞ്ച് ഡയലോഗാ. യേശു ക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തില്ല. യേശു ക്രിസ്തു BJP ആണോ? യേശു ക്രിസ്തു വെജിറ്റേറിയൻ ആണെന്നാണ് എന്നോട് ബിഷപ്പ് പറഞ്ഞത്. എനിക്ക് അതിനെ അത് എനിക്കറിയില്ല, അതെനിക്കറിയില്ല. ഞാൻ ഒരു മിനിറ്റ്. ഗോപു വെജിറ്റേറിയൻ ആണോ? ഗോപു സത്യം പറയണം, അല്ല ബീഫ് അടിക്കോ? ഞാന് ഈ ഒരു ബീഫ് കഴിക്കോ? പറഞ്ഞോട്ടോ ഗോപു ബീഫ് കഴിക്കും ഒന്ന് പറഞ്ഞോട്ടോ. ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിലും 24 ചാനലിലും ഈ അരുണിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കൂ. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ കഴിക്കുക, ബീഫ് കഴിക്കോ, ശുദ്ധമായിട്ടുള്ള പോത്തിറച്ചി എന്നാ കഴിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ. നമ്മൾ ഈ കളവ് പറയുന്ന പരിപാടി നിങ്ങളെപ്പോലെ ഇല്ല. ഇവരെന്താ വെച്ചാല് ഇപ്പൊ പശുവിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ പറയും. ഇവരുടെ പരിപാടി, രണ്ടെണ്ണത്തിൻ്റെയും പരിപാടി എന്താ പറയുക, ഇവർ വെളിയിലേക്കൊക്കെ നല്ലത് പറഞ്ഞിട്ട് ഉള്ളിലൊക്കെ തിരിച്ചു പറയും. ഈ ഹിപ്പോക്രസി പശുവിനെ കണ്ട ഇവന്മാർക്ക് അല്ല, പശുവിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇവന്മാർ രണ്ടുപേരും കൂടി ചാടി കളിക്കുന്ന, ഞാൻ ഇവന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര സുഹൃത്തുക്കളായതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. ചാടി കളിക്കുന്ന ആൾക്കാരാ. ഇപ്പൊ പറയാ പശുണ്ടോ, രാവിലെ കഴിഞ്ഞ പശുണ്ടോ, ആകെ ഇപ്പൊ പശുവാ രണ്ടുപേർക്കും.